ഇനി കേരളത്തിൽ വരാൻ പോകുന്നത് ആം ആദ്മി പാർട്ടിയുടെ വെൽഫെയർ പൊളിറ്റിക്സ് ആണെന്ന് പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് KS ഗോപിനാഥൻ. ആം ആദ്മി പാർട്ടിയുടെ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചതിനെതിരെ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോതമംഗലം താലൂക്കിലെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോതമംഗലം മുതൽ പൂയംകുട്ടി വരെ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ ക്ഷേമരാഷ്ട്ര വിളംബര ജാഥ നടത്തിയിരുന്നു. ഇതിനെ തുടർന്ന് പാർട്ടി ഡൽഹിയിലും പഞ്ചാബിലും നടത്തുന്ന ക്ഷേമകാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകളാണ് കഴിഞ്ഞ ദിവസം സാമൂഹ്യ വിരുദ്ധർ കീറി നശിപ്പിച്ചത്. ഇതിനെതിരെ നടത്തിയ പ്രതിഷേധ സമ്മേളനം പാർട്ടി സംസ്ഥാന വക്താവ് ജോൺസൺ കുറുകപ്പള്ളിൽ ഉദ്ഘാടനം ചെയ്തു. പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് KS ഗോപിനാഥൻ പരിപാടിയിൽ അധ്യക്ഷനായി. പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളെ ജനം വെറുത്തുവെന്നും ഇനി കേരളത്തിൽ വരാൻ പോകുന്നത് ആം ആദ്മി പാർട്ടിയുടെ വെൽഫെയർ പൊളിറ്റിക്സ് ആയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 11 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആം ആദ്മി പാർട്ടിയെങ്കിലും ഈ 11 വർഷം കൊണ്ട് ഭാരതത്തിലെ ഇന്ത്യയിലെ 3ാമത്തെ ഏറ്റവും വലിയ ദേശീയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി എന്ന് അഭിമാനത്തോടെ ഞങ്ങൾ പറയും. 10 വർഷം കൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ദേശീയ പാർട്ടിയായി മാറിയ ചരിത്രം ഈ ഭാരതത്തിനില്ല. അപ്പോൾ ആ പാർട്ടിയെ സംബന്ധിച്ച് നിങ്ങൾ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. മുൻ ജില്ലാ കമ്മിറ്റി അംഗം രവി കീരമ്പാറ മുഖ്യപ്രഭാഷണം നടത്തി. ലാലു മാത്യു, ബാബു പീച്ചാട്ട്, ബെന്നി പുതുക്കയിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിജോ പൌലോസ്, നിയോജക മണ്ഡലം സെക്രട്ടറി വിജോയ് പുളിക്കൽ, മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റ് സാബു കുരിശിങ്കൽ, പിണ്ടിമന സെക്രട്ടറി സജി തോമസ്, കവളങ്ങാട് പ്രസിഡന്റ് CK കുമാരൻ, ഷോജി കണ്ണമ്പുഴ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വരമാംഗല്യം ചന്ദ്രമുഖി വധുവായി നീ സ്വർണമയി ശുഭമീ ബന്ധം ധന്യരാഗം Maharani Wedding Collections, the classic bridal world.